പോപ്പുലർ ഫ്രണ്ട് ബന്ധം ആരോപിച്ച് പോലീസ് സർവീസിൽ നിന്നും പുറത്താക്കിയ ഇടുക്കി ജില്ലയിലെ അനസ് പി കെ 4 വർഷമായി ആക്രിക്കടയിൽ ജോലി ചെയ്യുകയാണ്. അനസിനെ കുറ്റവിമുക്തനാക്കുകയും തിരിച്ചെടുക്കാൻ ഉത്തരവായിട്ട് നടപടി നീണ്ടുപോവുകയാണ്. SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് ആരോപിച്ചായിരുന്നു ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ CPO ആയിരുന്ന PK അനസിനെ 3 വർഷം മുമ്പ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത്. ആരോപണത്തെ തുടർന്ന് 2021 ഡിസംബറിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ 2022 ഫെബ്രുവരിയിൽ പുറത്താക്കലും ഉണ്ടായിരുന്നു. തെളിവുകളില്ലാതെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച അനസിന് ഒടുവിൽ നീതി ലഭിച്ചുവെങ്കിലും മുൻ പോലീസുകാരനെ ഇതുവരെ സർവീസിൽ തിരിച്ചെടുത്തിട്ടില്ല. ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ട് പിരിച്ചുവിടൽ നടപടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ 2024 സെപ്റ്റംബറിൽ റദ്ദാക്കുകയാണ് ചെയ്തത്. എന്നാൽ അനസിനെ കുറ്റവിമുക്തനാക്കി 1 വർഷമായിട്ടും അദ്ദേഹം ഇതുവരെ സർവീസിൽ തിരിച്ചെത്തിയിട്ടില്ല. സസ്പെൻഷനിൽ കഴിയുന്ന പോലീസ് ഓഫീസറായ ഉമേഷ് വള്ളിക്കുന്ന് ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചതോടെയാണ് അനസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടത്. ഇടുക്കിയിലെ ആക്രിക്കടയിൽ 4 കൊല്ലമായി പണിയെടുക്കുന്ന അനസ് എന്ന മലയാളിയായ 2 മക്കളുടെ പിതാവ് 2021 ഡിസംബർ 16 മുതൽ അനുഭവിച്ച ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഉമേഷ് ചോദിക്കുന്നു. വധഭീഷണി നിലവിലുള്ള 159 RSS പ്രവർത്തകരുടെ ഡാറ്റാബേസ് പോലീസിൽ നിന്നും ചോർത്തി മുസ്ലിം തീവ്രവാദികൾക്ക് നൽകിയ കൊടുംകുറ്റമാണ് ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ അനസിൽമേൽ ചുമത്തിയതെന്ന് ഉമേഷ് ചൂണ്ടിക്കാട്ടി. ഒരു DYSP ദേശീയ തലത്തിലേക്ക് എഴുതിവിട്ട വാർത്ത കത്തിപ്പടർന്നതോടെ പോലീസുകാർ ഒന്നടങ്കം ഞെട്ടി. 24ാമത്തെ ദിവസം അനസിനെ പോലീസിൽ നിന്നും നീക്കി. NIA അന്വേഷിക്കുന്ന കൊടും കുറ്റവാളിയാണ് അനസെന്നും അനസിനെ ഫോൺ വിളിച്ചാൽ പോലും നിങ്ങൾ പ്രതി ചേർക്കപ്പെടുമെന്നും മേലുദ്യോഗസ്ഥർ പോലീസുകാരെ ഭയപ്പെടുത്തി. ജില്ലാ പോലീസ് മേധാവിയെ കണ്ട് അനസ് കാല് പിടിച്ച് നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയെങ്കിലും അദ്ദേഹം തന്റെ നിസ്സഹായത പറഞ്ഞ് കൈയൊഴിയുകയാണ് ഉണ്ടായത്. ജോലി പോയതോടെ ഭാര്യാപിതാവ് തന്റെ ആക്രിക്കടയിലേക്ക് അനസിനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ദിവസക്കൂലിക്ക് പണിയെടുത്ത് അനസ് കേസിന് പോവുകയും ചെയ്തു. വിവരാവകാശ നിയമപ്രകാരം രേഖകൾ ശേഖരിച്ചു. വീടിനടുത്തുള്ള ഗ്രൗണ്ടിൽ മയക്കുമരുന്നുമായി വന്നവരെന്ന് സംശയിക്കുന്ന 2 വാഹനങ്ങളുടെ RC ഡീറ്റെയിൽ തന്റെ ഫോണിലെ ക്രൈം ഡ്രൈവ് സൗകര്യം ഉപയോഗിച്ച് എടുത്ത് സുഹൃത്തായ അയൽവാസിക്ക് അയച്ചു കൊടുത്തതായിരുന്നു അനസിന് പറ്റിയ തെറ്റ്. ഇതിനെയാണ് അന്നത്തെ ഇടുക്കിയിലെ DYSP വർഗീയവൽക്കരിച്ചത്. എന്നാൽ അങ്ങനെ ഒരു ഡാറ്റാബേസ് പോലീസിൽ ഇല്ലെന്നും അനസ് എടുത്ത ഡീറ്റെയിലുകളും 2 നമ്പറുകളും ഭാഗികമായി പോലീസുകാർക്ക് കിട്ടുന്നതാണെന്നും കണ്ടെത്തിയിരുന്നു. തീവ്രവാദ സംഘടനകൾക്ക് ഇതുമായി യാതൊരു ബന്ധമില്ലെന്നും തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. കേസ് തീർപ്പാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അനസിനെ തിരിച്ചെടുക്കാനും ആവശ്യമെങ്കിൽ നിയമാനുസൃത അന്വേഷണം ചട്ടപ്രകാരം നടത്താനും 2 മാസം മുൻപ് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അനസ് ഇപ്പോഴും പുറത്ത് തന്നെയാണെന്നും ആക്രിക്കടയിൽ ജോലി ചെയ്യുകയാണെന്നും ഉമേഷ് അറിയിക്കുകയാണ്. വേണമെങ്കിൽ അന്വേഷണം നടത്താമെന്ന ഭാഗം മാത്രം പരിഗണിച്ച് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഓഗസ്റ്റ് 21 വാക്കാൽ ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 18 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ അനസിന് ഉത്തരവിന്റെ പകർപ്പ് എത്തിച്ചു കൊടുത്തതായും ഉമേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. പോലീസിന്റെ അന്തസ്സും താൽപര്യം സംരക്ഷിക്കാൻ പ്രചരിപ്പിക്കുന്ന വ്യാജങ്ങൾ നമ്മൾക്കെതിരെയും വരാമെന്നും അന്നേരം നമ്മൾക്കൊപ്പം ആരും ഉണ്ടാകില്ലെന്നും അനസ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമാക്കുകയാണ്. വേട്ടയാടപ്പെടുന്ന ആയിരക്കണക്കിന് സഹപ്രവർത്തകരും ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 1.5 ലക്ഷം പോലീസുകാരിൽ ഞാൻ ഉൾപ്പെടെ ഒരാൾ പോലും ദുരിത ദിനങ്ങളിൽ ഒരു കോൾ ചെയ്യാനോ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാനോ ധൈര്യം കാണിച്ചില്ലെന്നും ഉമേഷ് പറയുന്നു. അനസ് താമസിക്കുന്ന വീടിന് സമീപത്തെ ഗ്രൗണ്ടിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ അനസും പോകാറുണ്ട്. ഇവിടെ കഞ്ചാവ് വിൽക്കാറുണ്ടെന്ന് കൂടെ കളിക്കുന്ന പ്രദേശത്തുകാരൻ അനസിനെ അറിയിക്കുകയായിരുന്നു. ഇതോടെ അനസ് അയാളിൽ നിന്നും പരാതി വാങ്ങി. സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോലീസുകാരെ വിവരം അറിയിക്കാനും നിർദ്ദേശിച്ചു. ഇതിനിടെ പാതിരാത്രി പരിചയമില്ലാത്ത 2 വാഹനങ്ങൾ ഗ്രൗണ്ടിലെത്തിയ കാര്യം അയൽവാസിയായ ഷാനവാസ് അനസിനെ അറിയിച്ചു. വണ്ടിയുടെ നമ്പറും അനസിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്പറിലെ വാഹനങ്ങളുടെ വിവരം പരിശോധിച്ച അനസ് ഈ വിവരങ്ങൾ ഷാനവാസിന് വാട്സപ്പിൽ കൈമാറി. വാഹനങ്ങളുടെ ഉടമകൾ ഹിന്ദു നാമധാരികളാണ് എന്നതൊഴിച്ചാൽ BJPയോ RSS ബന്ധമോ ഉള്ളവരായിരുന്നില്ല. ഇതാണ് ദേശീയ മാധ്യമങ്ങൾ വരെ ഏറ്റെടുത്ത 159 RSS BJP പ്രവർത്തകരുടെ ഡാറ്റാബേസ് വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് കൈമാറിയ വാർത്തയുടെ നിജസ്ഥിതി. അനസിനെതിരായ ആരോപണം BJP ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും അന്നത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NN രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ഇതോടെ ഭീതിയിലായ അനസ് അർബുദ രോഗിയായ ഉമ്മയെയും സഹോദരനെയും കൊണ്ട് നാട് വിട്ടു. ഭാര്യയും കുഞ്ഞുങ്ങളുമായി താമസം മാറ്റി. പിന്നീട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഗേറ്റ് തകർന്ന അവസ്ഥയാണ് കണ്ടത്. കേരള പോലീസിലെ ഉദ്യോഗസ്ഥന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമെന്ന വിധത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രാധാന്യത്തോടെ ഈ വാർത്ത വിവരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.